നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ കസേരയിൽ ഇരുന്ന് അഹങ്കാരവും ധാർഷ്ട്യവും മാത്രം കാണിച്ചു നടന്ന ആര്യ രാജേന്ദ്രന്റെയും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവിന്റെയും രാഷ്ട്രീയ കരിയർ ഏതാണ്ട് ഇപ്പോൾ പൂർണ്ണമായും അസ്തമിച്ചിരിക്കുകയാണ്. ഭരണം കയ്യിലിരുന്നപ്പോൾ കാണിച്ച തന്നിഷ്ടങ്ങളും വിവാദങ്ങളുമാണ് ഒടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം CPMന് നഷ്ടപ്പെടാനും അത് BJPയുടെ കയ്യിൽ എത്തിച്ചേരാനും പ്രധാന കാരണമായത്. ആര്യ രാജേന്ദ്രന്റെ അഴിമതിയും ഭരണപരാജയവും കണ്ട് മടുത്ത തലസ്ഥാനത്തെ വോട്ടർമാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയെ കൈപിടിച്ചു കയറ്റുകയായിരുന്നു. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലേറി 2 മാസം പിന്നിടുമ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും ആര്യയ്ക്കും സച്ചിനും ഒരു സ്ഥാനവുമില്ലാത്ത അവസ്ഥയാണ്. CPMന് ഭരണം നഷ്ടപ്പെട്ട് ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലേറി 2 മാസം പിന്നിടുമ്പോൾ CPMനുള്ളിൽ പാർട്ടിക്കുള്ളിൽ പോലും ആര്യയ്ക്കും സച്ചിനും ഒരു സ്ഥാനവുമില്ലാത്ത അവസ്ഥയാണ്. അധികാരമൊഴിഞ്ഞതോടെ ഇരുവരുടെയും അഹങ്കാരത്തിന് ജനങ്ങളും പാർട്ടിയും ഒരുപോലെ കടുത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ മേയർ കസേരയിൽ ഇരുന്ന കാലം വിവാദങ്ങളുടെയും അഴിമതികളുടെയും ഒരു പെരുമഴക്കാലം തന്നെയായിരുന്നു. പാർട്ടിക്കാരെ തിരികെ കയറ്റാൻ ആനാവൂർ നാഗപ്പന് കത്തയച്ച പ്രശസ്തമായ കത്ത് വിവാദം, MG റോഡിലെ പാർക്കിംഗ് വിവാദം, കോവിഡ് കാലത്ത് നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ 21 ടിപ്പറുകൾ വാടകയ്ക്കെടുത്ത് ലക്ഷങ്ങൾ തട്ടിയ സംഭവം, നികുതിപ്പണം മുഖ്യ കേസ്, കെട്ടിട നമ്പർ അഴിമതി, പട്ടികജാതി ഫണ്ട് തട്ടിപ്പ്, ജാതി തിരിച്ച് കായിക ടീം ഉണ്ടാക്കൽ, അക്ഷരശ്രീ ഫണ്ട് വെട്ടിപ്പ്, സ്മാർട്ട് സിറ്റി റോഡിലെ കുഴികൾ, ഒടുവിൽ KSRTC ഡ്രൈവറെ റോഡിലിട്ട് അധിക്ഷേപിച്ച സംഭവം വരെ നീളുന്നു ആ ഒരു പട്ടിക. ഇത്രയൊക്കെ അഴിമതികൾ പുറത്തു വന്നിട്ടും ആനാവൂർ നാഗപ്പനെ പോലെയുള്ള സംസ്ഥാന നേതാക്കൾ ആര്യയ്ക്ക് വ്യക്തിപരമായ അഴിമതികൾ ഇല്ലെന്ന് പറഞ്ഞ് വെള്ളപൂശാൻ നോക്കിയത് പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ഭിന്നതയ്ക്ക് കാരണമായിരുന്നു. MV ഗോവിന്ദനും മുഹമ്മദ് റിയാസും AA റഹീമും കാണിച്ച ഈ അന്ധമായ സംരക്ഷണം കാരണം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിഭാഗം നേതാക്കളും കടുത്ത രോഷത്തിലായിരുന്നു. റഹീമിനെ പേടിച്ചാണ് DYFI SFI നേതാക്കൾ അന്ന് മിണ്ടാതിരുന്നതെങ്കിലും കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടതോടെ ആ രോഷം പരസ്യമായിരിക്കുകയാണ്. ആര്യ രാജേന്ദ്രന്റെ ജനപ്രീതി എത്രത്തോളം തകർന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടത്. V ശിവൻകുട്ടിക്ക് പകരം ആര്യയെ നേമത്ത് മത്സരിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വത്തിലെ ചിലർക്ക് ആലോചനയുണ്ടായിരുന്നു. എന്നാൽ ആര്യയെ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കിയാൽ കനത്ത തോൽവി നേരിടേണ്ടി വരുമെന്ന് ജില്ലാ കമ്മിറ്റിക്ക് കൃത്യമായി അറിയാമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ആര്യ രാജേന്ദ്രനെ വോട്ടർമാരുടെ മുന്നിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ പോലും നേതാക്കൾ അതീവ ശ്രദ്ധ പുലർത്തി. ഒരു ഘട്ടത്തിൽ V ശിവൻകുട്ടി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനത്തിൽ ആര്യ രാജേന്ദ്രനെ കയറ്റാൻ പോലും മടിച്ചു നിന്നത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. ആര്യയുടെ വോട്ട് കുറയ്ക്കൽ ഭയന്നാണ് നേതാക്കൾ അന്ന് അവരെ അകറ്റി നിർത്തിയത്. ഇപ്പോൾ ഭരണം പോവുകയും അഴിമതികൾ ഓരോന്നായി വിജിലൻസിന് മുന്നിൽ എത്തുകയും ചെയ്തതോടെ ആര്യയുടെയും സച്ചിന്റെയും രാഷ്ട്രീയ ഭാവി പൂർണ്ണമായും അടഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ കോടിക്കണക്കിന് ആസ്തികൾ സമ്പാദിച്ച ഈ ദമ്പതികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയപ്പോൾ അവിടെ വെറും അണികളെ പോലെ തെരുവിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കാനായി എത്തിയ കൂട്ടത്തിലാണ് മലയാളികൾ ആര്യ രാജേന്ദ്രനെ പിന്നീട് കണ്ടത്. ഒരു കാലത്ത് തലസ്ഥാനത്തിന്റെ പ്രഥമ പൗരയായി അഹങ്കരിച്ചു നടന്ന ആര്യയ്ക്ക് ഇന്ന് പിണറായിയുടെ കുടുംബത്തിന്റെ അഴിമതികൾക്ക് കാവൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാധാരണ അണിയുടെ പദവി മാത്രമാണ് പാർട്ടിയിലുള്ളത്. അഹങ്കാരവും അഴിമതിയും നിറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് തലസ്ഥാനത്തെ വോട്ടർമാർ നൽകിയ ഈ കടുത്ത പ്രഹരം പുതിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് തന്നെയാണ് വഴി തുറന്നിരിക്കുന്നത്.